അധികാരം തുടർച്ചയായി നഷ്ടമായതിന്റെ അങ്കലാപ്പിൽ അതിരും കിളിയും പോയ കോൺഗ്രസും മുന്നണിയും മതരാഷ്ട്രവാദികളുമായി ഏതാണ്ട് പരസ്യമായ സഖ്യത്തിലാണ്. ജമാഅത്തെ ഇസ്ലാമിയും SDP-യും എന്തിന് BJP പോലും സഖ്യമായാൽ വേണ്ടിയില്ല, ഇടതുമുന്നണിയെ തോൽപ്പിക്കണം. പക്ഷേ കച്ചകെട്ടി ഇറങ്ങിയ മഴവിൽ സഖ്യത്തിൽ തമ്മിലടിക്കും കുറവില്ല. നേതാക്കളും അണികളും UDF മുന്നണിയിലെ കക്ഷികളും തമ്മിൽ പ്രായഭേദമന്യേ അടിയാണ്, കൂട്ടയടി. ആഗോള സൂചികയിൽ പോലും ഇടം പിടിക്കുന്ന അതിദാരിദ്ര്യമുക്തിക്ക് പിന്നാലെ കേവല ദാരിദ്ര്യം കൂടി തുടച്ചു നീക്കി ദാരിദ്ര്യ ലഘൂകരണ പദ്ധതികളുമായി അരക്കിട്ട സംഘടനാശേഷിയോടെ പിണറായിയുടെ നേതൃത്വത്തിൽ ഇടതുമുന്നണിയാകെ വികസന പന്ഥാവിൽ ആർക്ക തേജസ്സോടെ കുതിക്കുകയാണ്. 1,23,175 കോടി രൂപ ചിലവിട്ട് അധികാര വികേന്ദ്രീകരണത്തിന്റെ തിളങ്ങുന്ന മാതൃകയെ തകർക്കാൻ മൂല്യച്യുതിയുടെ മഴവിൽ സഖ്യത്തിനാകുമോ? മാഫിയകളുമൊത്തുള്ള കോർപ്പറേറ്റ് മിനിയേച്ചറിൽ സ്വന്തം പ്രവർത്തകരും പ്രാദേശിക വക്താക്കളും ജീവനൊടുക്കുന്ന BJP, തലങ്ങും വിലങ്ങും തമ്മിൽ തല്ലുന്ന കൂട്ടരാജിയുടെ കുടയിൽ മൃദുഹിന്ദുത്വവും മതരാഷ്ട്രവാദവും മേമ്പൊടിയാക്കി കോൺഗ്രസും കൂട്ടരും. ചക്കേത് ചുക്കേത് എന്നറിയാത്ത, സ്വന്തം വോട്ട് പോലും ഉറപ്പിക്കാനാകാത്ത വ്യക്തികളെയും സൈബർ ഇടങ്ങളിലെ വ്യാജ പ്രചാരണവും കൂട്ട്. തദ്ദേശമെന്ന നിയമസഭാ ട്രയലിൽ ജനതതി ആർക്കൊപ്പം?